എല്ലാവർക്കും. ഞാൻ ഓമന. എറണാകുളം ജില്ലയിൽ കുട്ടമ്പുഴ പഞ്ചായത്തിൽ കൂറ്റാമ്പാറ എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ എൻ്റെ ദാമ്പത്യ ജീവിതം ഒരു പരാജയപ്പെട്ടു പോയതുകൊണ്ട് അതൊരു കോഞ്ഞാട്ടയായി പോയതുകൊണ്ട് ആ കഥ നിങ്ങളൊന്ന് പറഞ്ഞറിയിക്കാനായിട്ട് വന്നതാണ്. 19 വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. ഭർത്താവ് തൊമ്മൻ. എല്ലാവരും കുഞ്ഞുതൊമ്മൻ എന്ന് പറയട്ടോ. കുഞ്ഞുതൊമ്മൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുഞ്ഞു തൊമ്മനാന്ന്. അതൊന്നും അല്ലേ. കുഞ്ഞുതൊമ്മൻ നല്ല പര പോലെ നിൽക്കുന്ന ആളാണ്. പക്ഷെ 3 വയസ്സ് ഉള്ള കുഞ്ഞിൻ്റെ മനസ്സും പക്വതയാണ് എൻ്റെ ഭർത്താവ് കുഞ്ഞുതൊമ്മൻ. അതുകൊണ്ടാണ് ഈ കുഞ്ഞുതൊമ്മൻ എന്ന് പറഞ്ഞത്. ഈ കുഞ്ഞുതൊമ്മൻ എന്ന് പറഞ്ഞ ആള് ഒരേ ഒരു മകനാണ്. അപ്പനും അമ്മയ്ക്കും മകനെ കൂട്ടുകൂടാനൊന്നും വിടില്ല. കൂട്ടുകൂടാൻ പോയി കഴിഞ്ഞാൽ മകൻ വഴി തെറ്റി പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മകനെ അപ്പൻ്റെ അമ്മയുടെ ചിറകിൻ്റെ അടിയിൽ വെച്ചിങ്ങനെ അങ്ങോട്ട് വളർത്തി അങ്ങോട്ട് പന പോലെ വളർത്തി. എന്നിട്ട് എന്ത് ഗുണം? ഒരു ഗുണവുമില്ല. സ്വന്തമായിട്ട് ചിന്തിച്ച് ആലോചിച്ച് ഒരു കാര്യം ചെയ്യാൻ ഈ കുഞ്ഞുതൊമ്മൻ അറിയില്ല. എന്നാലോ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ കണ്ടാൽ അത് ഉടനെ തന്നെ പുള്ളിക്ക് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അവിടെ ഒരു വെടിക്കെട്ട് പാസ്സാകും. ഇങ്ങനെയുള്ള കുഞ്ഞുതൊമ്മൻ കല്യാണം കഴിക്കാൻ കാരണം എന്താണെന്നറിയാമോ? കുഞ്ഞുതൊമ്മന് പിന്നെ ഒരു വിശേഷമുണ്ട് കേട്ടോ. എന്തിങ്ങനെ ഒന്നും ചെയ്യാൻ അറിയാൻ പാടില്ലെങ്കിലും പുള്ളി എവിടെയെങ്കിലും പോകും, ചെല്ലാൻ പറയും ചെല്ലും, ചെണ്ടയെ തൂക്കിട്ട് അങ്ങോട്ട് നിൽക്കും, കൊട്ടാൻ പറഞ്ഞാൽ കൊട്ടും. അത്രേ ഉള്ളൂ പുള്ളിനെ കൊണ്ട്. ഈ പുള്ളി കല്യാണം കഴിക്കാൻ തന്നെ കാരണം വീടിൻ്റെ അപ്പുറം ഇപ്പുറം 2 ചെറുപ്പക്കാർ പിള്ളേരുണ്ട്. അവർ കല്യാണം കഴിക്കണം കണ്ടിട്ടുണ്ടല്ലോ. തൊമ്മൻ പറഞ്ഞു മുണ്ടല രാമനും മുരുതല രാമനും കല്യാണം കഴിച്ചു, എനിക്കിപ്പം തന്നെ കല്യാണം കഴിക്കണം. പുള്ളി അവിടെ കിടന്ന ബഹളമാണ്. അങ്ങനെ ബഹളം വെച്ച് അപ്പനും പറഞ്ഞു മോനെ നീ ക്ഷമിക്കുക, അത് നിനക്ക് കല്യാണം കഴിപ്പിക്കാം. അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുവന്ന് അപ്പനും അമ്മയും ഈ തൊമ്മനും കൂടെ കൂടി എൻ്റെ വീട്ടിൽ പെണ്ണ് കാണാൻ വരും. എന്നെ പെണ്ണ് കാണാൻ വന്നത്. ഈ കുഞ്ഞുതൊമ്മനെ അങ്ങോട്ട് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഒരു കൊതി തോന്നി. അമ്മ പറഞ്ഞു മോനെ കുഞ്ഞുതൊമ്മ നീ എന്തോരം പഠിച്ചതാ മോനെ എന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞുതൊമ്മ പറഞ്ഞു അമ്മ ഞാൻ 5-6 കൊല്ലം പള്ളിക്കുർത്തി പോയതാന്ന് പറഞ്ഞു. ഈ പള്ളിക്കുർത്തി പോയെങ്കിലും ആന്നൊരക്ഷരം എഴുതണ്ട, പറയണമെങ്കിൽ ഒന്നുമല്ല സൂചി കൊണ്ട് കുത്തണം, അല്ലെങ്കിൽ തീ കൊണ്ട് കുത്തണം, എങ്കിലേ വലിയ പറഞ്ഞു. അങ്ങനെ എന്തായി എങ്ങനെയൊക്കെ ആയാലും വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പല ചടങ്ങുകളുണ്ടല്ലോ. പെണ്ണിനും ചക്കനും പാല് പഴം പഞ്ചസാര ഇതൊക്കെ കൂട്ടിയൊരു മധുരം കൊടുക്കണ ചടങ്ങ്. പക്ഷേ ഈ തൊമ്മൻ്റെ നാട്ടിൽ അങ്ങനെ ഒരു ചടങ്ങില്ല കേട്ടോ. അവിടെ എന്നാന്ന് വെച്ചാൽ പെണ്ണിനും ചക്കനും ഓരോ തുണ്ടം കരിമ്പാണ് കൊടുക്കണത്. അമ്മായിയാണത് കൊടുക്കേണ്ടത്. അമ്മായി വന്നു എനിക്കും തന്നു ഒരു തുണ്ടം കരിമ്പ്, കുഞ്ഞുതൊമ്മനും കൊടുത്തു. തൊമ്മന് കരിമ്പ് കടിച്ചു പറഞ്ഞു ഇതെങ്ങനെയാ തിന്നണത്, ഇതൊന്ന് 2 തന്നേ എന്ന് പറഞ്ഞു. അമ്മായി വേഗം വന്നത് 2 കൊടുത്തു. 2 കൊടുത്തപ്പോൾ പറഞ്ഞു ഇത് 4 തരണം, അല്ലാതെ എനിക്ക് തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വീണ്ടും അമ്മായി അത് 4 കൊടുത്തു. 4 കൊടുത്തപ്പോൾ നമ്മൾ പറയാണ് ഇത് 4 കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായി പോയി, 4 കൂടി എനിക്ക് 1 തരാൻ പറഞ്ഞു. അമ്മായി എന്നാൽ ഈ 4 കൂടെ 1 കൊടുക്കണ ഇത് കേട്ടിട്ട് അമ്മായി കിടും. അവിടെ അമ്മായി ബോധം കെട്ടു വീണു. അതൊക്കെ കഴിഞ്ഞു. തീർന്നിട്ടില്ല ഇനിയും ചടങ്ങുകളൊന്നും. അങ്ങോട്ടും ഇങ്ങോട്ടും 4ാം കല്യാണം പോക്കുണ്ടല്ലോ, വിരുന്ന് പോക്ക് 4ാം കല്യാണം. അത് ആ മാസത്തിൽ തന്നെ പോകണം. 2ാമത്തെ മാസത്തിലേക്കും കടന്നു പോയാൽ അത് പെണ്ണിനും ചക്കനും ദോഷമാണത്രേ. അതുകൊണ്ട് അന്ന് എൻ്റെ വീട്ടിലോട്ട് പോയിട്ട് പിറ്റേ ദിവസം കുഞ്ഞുതൊമ്മൻ്റെ വീട്ടിലേക്ക് വരണം. അങ്ങനെ അന്ന് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും വിളിച്ച് വന്ന ആൾക്കാരെല്ലാം സദ്യയൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ പോകാൻ തുടങ്ങി. അപ്പം എൻ്റെ മനസ്സിൽ സന്തോഷം കൂടി. ഞാൻ സർവ്വ ദൈവങ്ങളെയും ചേർത്ത് പിടിച്ചിട്ട് വാരി കൂട്ടി എന്നെ നെഞ്ചത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ പൊന്നു ദൈവമേ എല്ലാവരും ഒന്ന് വേഗം പോയി കിട്ടിയാൽ മതിയായിരുന്നു, വേഗം ഒന്ന് രാത്രി ആയാൽ മതിയായിരുന്നു. കാരണം ഇന്ന് ഞങ്ങളുടെ അതിരാത്രിയാണ്, ഇന്ന് ഞങ്ങളുടെ മധുവിധ ദിവസമാണ്. അപ്പോൾ എൻ്റെ മധുവിധ പോലെയാണ് ഈ കുഞ്ഞുതൊമ്മൻ്റെ മധുവിധ ഇരിക്കണതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഞാനത് പകൽക്കിനാവ് കാണാൻ തുടങ്ങിയിട്ടില്ല. അങ്ങനെ പകൽക്കിനാവ് കൊണ്ടു. രാത്രി വിളിച്ച് വന്നവരെല്ലാവരും പോയി. രാത്രി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. കിടക്കാൻ സമയമായപ്പോൾ അമ്മ ഒരു പായും തലേണയും കൊണ്ടുവന്നിട്ട് പറഞ്ഞു മോനെ കുഞ്ഞുതൊമ്മ കട്ടിൽ കിടക്കാൻ മെത്തയൊന്നും ഇല്ല ഇവിടെ, ഈ പായ വിരിച്ച് ഈ 2 പേരും കൂടെ ഈ മുറി കിടന്നോളാൻ പറഞ്ഞു. അമ്മ പായം കിട്ടച്ചും പോയി. ഞാനെന്നാൽ പായ വിരിക്കാൻ 2 പേർക്കും കൂടെ ആ മുറി കിടക്കാമെന്ന് വെച്ച് പായ എടുക്കാൻ ചെന്നത് തൊമ്മൻ എന്നോട് പായ പിടിച്ച് പറിച്ച് മേടിച്ചിട്ട് ഒരൊറ്റ വിരിക്കലും വിരിച്ചു. ഇത് കുളപ്പുറത്തിൻ്റെ സാവിത്രിയാനും ചെരിയുമ്പോൾ ഒരൊറ്റ ചെരിയിലും ചെരിഞ്ഞു. എനിക്ക് പായ കിടക്കാൻ സ്ഥലമില്ല. അത് കഴിഞ്ഞ് പിന്നെ അപ്പം ഞാൻ ഓർക്കുവാട്ടോ, ഞാൻ ആ വാതകം നിന്ന് വെച്ച് ഞാൻ അങ്ങനെ നിൽക്കുക. തൊമ്മൻ കിടന്നു കഴിഞ്ഞാലും ഇച്ചിരി കഴിഞ്ഞാൽ ഒതുങ്ങി കിടന്നു കഴിഞ്ഞാൽ എനിക്ക് കിടക്കാൻ സ്ഥലം ഉണ്ടല്ലോ, ഒരു പായ ഉണ്ടല്ലോ, പകുതി പായ അല്ലല്ലോ ഉള്ളൂ, ഒരു പായ ഉണ്ടല്ലോ. അപ്പം ഇപ്പം വിളിക്കും, കിടക്കാൻ പറയും, ഇപ്പം വിളിക്കുമെന്ന് ഓർത്ത് ഞാനിങ്ങനെ നോക്കി നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അശരീരി പോലെ പറയാണ് എന്തേ ഉറക്കം വന്നില്ലേ കിടക്കണില്ലേ എന്ന്.
ഓ അപ്പം എനിക്ക് സമാധാനം. എൻ്റെ പെരുവിരൽ പോലെ ഒരു കുളിരിഞ്ഞ് കയറിയിട്ട് നെറുകന്തല വരെ വന്നു. ഇപ്പം എന്നെ വിളിക്കും കിടക്കാലോ എന്ന് ഓർക്കുന്നുണ്ട്. പിന്നെ ഞാൻ പകൽക്കിനാവ് കണ്ട് എൻ്റെ മനസ്സ് കുത്തി നിറച്ച് വെച്ചു. പിന്നെ ഞാൻ രാക്കിനാവ് കാണുവാണെന്ന്. ഇപ്പം വിളിക്കുമെന്ന് ഓർത്ത് വീണ്ടും നിൽക്കാം. രണ്ടാമത്തെ അശരീരി വരുവാണ്. പേടിക്കൊന്നും വേണ്ടാട്ടോ, അമ്മയുടെ കൂടെ പോയി കിടന്ന് ഉറങ്ങിക്കോ, ഞാനിവിടെ ഉണ്ടെന്ന്. ഇന്നലെ വരെ ഞാൻ ആ വീട്ടിൽ കിടന്ന് എനിക്ക് ഒരു പേടിക്കണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുഞ്ഞുത്തോമനെ എന്നെ പേടിക്കാണ്ട് എന്നെ പേടി മാറ്റാൻ വന്ന് കിടക്കുവാണ്. അങ്ങനെ ഞാൻ ഈ പകൽക്കിനാവും രാക്കിനാവും കണ്ടതും എല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ മാച്ച് കളഞ്ഞു. എന്നിട്ട് ഈ തൊമ്മനെ 1000 ശപിക്കലും ശപിച്ച് എൻ്റെ അമ്മയുടെ കൂടെ പോയി കിടന്ന് പേക്കിനാവും കണ്ടുകൊണ്ടിരുന്ന് ഉറങ്ങി. എൻ്റെ പൊന്നു സാർമാരെ, എൻ്റെ പൊന്നു കൂട്ടുകാരെ, അങ്ങനെ ഒരു ഗതികേട് എനിക്ക് വന്നു. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റു. ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചു. കാപ്പി ഉണ്ടാക്കി വെക്കുന്നതിന് മുമ്പ് തൊമ്മനെ പല്ല് തയ്ക്കാനുള്ള ഉമിക്കരിയും വെള്ളമായിട്ട് പോവുകയാണ്. ചെന്ന് ഇപ്പോൾ തൊമ്മൻ വലിയ പെരുമ്പാമ്പ് കിടക്കും പോലെ ഒരു അനക്കം ഇല്ലാണ്ട് കിടക്കും. എഴുന്നേറ്റിട്ടില്ല, ഉണർത്തിയില്ല. ഞാൻ ഈ ഉമിക്കരിയും വെള്ളം വാതൊക്കെ വെച്ചിട്ട് ഞാൻ പോയി. 10 മണിയായപ്പോൾ അമ്മ കാപ്പി കുടിക്കാനായിട്ട് ചെന്ന് തൊമ്മനെ വിളിക്കാനായിട്ട് ചെന്നപ്പോൾ തൊമ്മൻ മുറിയിലില്ല, അകത്തുമില്ല, പരിസരത്തൊന്നുമില്ല. ഏതായാലും ഉമ്മിക്കരിയും വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ പല്ല് വെച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി. അന്വേഷിച്ച് ചെന്നപ്പം തൊമ്മൻ്റെ അയലക്കത്ത് വീട്ടുകാരുടെ വൈക്കോത്തൂറിൻ്റെ മുകളിൽ കയറിയിരിക്കുക. ശരി, അമ്മ ചോദിച്ചു, എൻ്റെ മോനെ കുഞ്ഞുത്തമ്മ, നീ എന്തിനാ മോനെ ഈ അയൽക്കത്തുകാരുടെ വൈക്കോത്തൂറിൻ്റെ മുകളിൽ കയറിയിരിക്കണേ, എന്തിനാ മോനെ ഇങ്ങോട്ട് ഇറങ്ങി വാ മോനെ എന്ന് പറഞ്ഞു. അമ്മിക്കല്ല് നമ്മുടെ അടുക്കളപ്പുറത്ത് കിടക്കുക മോനെ, കാണിച്ചു തരാം, ഇറങ്ങി വാ മോനെ. ആട്ടുകല്ലോ അതില്ല മോനെ ഇവിടെ, അത് വാങ്ങിക്കാം. ഉരലുണ്ട്, അത് നമ്മുടെ ചാർത്തി കിടപ്പുണ്ട്, മോനും കൂടെ ഇറങ്ങി വാ മോനെ. എന്നാ ഇവിടെ ഈ മോളിൽ കയറി ഇരിക്കണം എന്തിനാ? സ്ത്രീധനം തരാനാണോ മോന് കല്ലൊക്കെ ചോദിക്കണത്? എൻ്റെ മോനെ നന്നായിരിക്കട്ടെ. സാധാരണ ആൺപിള്ളേര് പൊന്നും വേണം സ്ത്രീധനം ചോദിക്കണത്, ഇത് വാങ്ങാൻ കരിങ്കല്ലല്ലേ ചോദിക്കണേ, അമ്മ മേടിച്ച് തരാം, ഇറങ്ങി വാ. സ്ത്രീധനം ചോദിക്കണമെന്നും അല്ലാതെ അമ്മ എന്നോട് പറഞ്ഞു വിട്ടിട്ടുണ്ട് കട്ടിയുള്ള വാക്ക് പറയണമെന്ന്. അതുകൊണ്ടാണ്, കരിങ്കല്ല് കട്ടിയല്ലേ, അതുകൊണ്ട് കട്ടിയുള്ള വാക്കുകൾ പറയും. പിന്നെ അത് മോനെ കരിങ്കല്ല്, ഈ കട്ടിയുള്ള വാക്ക് പറഞ്ഞ് നിനക്ക് വൈക്കോത്തൂറിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് വേണോ ഈ താഴെ ഇറങ്ങി നിന്നാൽ ഈ കട്ടിയുള്ള വാക്ക് പറയാലോ മോനെ, അങ്ങ് ഇറങ്ങി വാ മോനെ കുഞ്ഞുത്തമ്മ. അന്നേരം പറയാണ്, അമ്മ പറഞ്ഞാൽ വിട്ടേക്കണത് താഴെ ഒന്നും പടിഞ്ഞിരിക്കരുത്, പൊക്കമുള്ളിടത്ത് കയറിയിരിക്കണമെന്ന്, അതുകൊണ്ട് ഞാൻ കയറിയിരിക്കണമെന്ന്. വീണ്ടും അമ്മ പറഞ്ഞു, എൻ്റെ മോനെ നീ കൂടെ ഇറങ്ങി വാ അങ്ങോട്ട്, ഇത് ഈ പൊക്കമുള്ളിടത്ത് തന്നെ ഇരുന്നാൽ മതിയോ നിനക്ക്, എന്തെങ്കിലും കഴിക്കണ്ടേ മോനെ, ഇറങ്ങി വാ, അമ്മയല്ലേ വിളിക്കട്ടെ, ഇറങ്ങി വാ മോനെ എന്ന് പറഞ്ഞു. അദ്ദേഹം പറയും, ഞാനിറങ്ങി വരൂല, കാപ്പി കുടിക്കണ്ടേ, കാപ്പി അമ്മ പറഞ്ഞു വിട്ടേക്കണത് ആദ്യം തന്നതാ കഴിക്കാവുള്ളൂ, രണ്ടാമത് എന്ത് നിർബന്ധിച്ച് തന്നാൽ പോലും വേണ്ടാന്ന് പറയാവുള്ളൂ എന്ന് പറഞ്ഞേക്കണേ. മോനെ എന്താ മോനെ ആദ്യം കഴിച്ചത്? എൻ്റെ മുറിയുടെ വാതിക്ക കൊണ്ടുവച്ചായിരുന്നു, അത് തിന്ന് ഞാൻ വെള്ളവും കുടിച്ചു, ഉമിക്കരിയും വെള്ളവും. അപ്പം ഞാൻ ഞാൻ മനസ്സിലാക്കി ഈ മനുഷ്യൻ ജനിച്ച പിന്നെ പല്ലി വെച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അവിടുന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൻ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് വരുവാണ്, 4ാം കല്യാണം കൊണ്ടുപോകാനായിട്ട് വരുവാണ്. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ എന്നാ മോൻ വൈക്കോത്തൂരിൻ്റെ മുകളിലായിരിക്കണം. അപ്പനെ വന്നപ്പോൾ ഇത് കണ്ടതേ അപ്പൻ പെരുന്തച്ഛനായി. താഴെ കിടന്നൊരു കല്ലും എടുത്തു, ഇറങ്ങി വാടാ താഴെ, ഇത് വീതുളിയാർന്ന് ഞാൻ താഴേക്ക് ഇട്ടാനെ, ഇത് കരിങ്കല്ല മുകളിലേക്ക് എറിഞ്ഞ് വീഴിക്കുമായിരുന്നു, ഇറങ്ങി വാടാന്ന് പറഞ്ഞു. ഒരു പ്രകാരത്തിൽ തൊമ്മനെ ഇറക്കി. ഒരു നിമിഷം പിന്നെ ഞങ്ങളെ അവിടെ നിർത്തിയില്ല. ആ സെക്കൻഡിൽ അവിടുന്ന് തൊമ്മൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ വന്നു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. മുണ്ടലരാമൻ്റെയും മുരുതലരാമൻ്റെയും പെണ്ണുങ്ങൾ പ്രസവിച്ച് ഓരോ കുട്ടികളുണ്ടായി അവർക്ക്. ഈ വിവരം ഞങ്ങളുടെ ഗ്രാമത്തിലൊരു മുത്തച്ഛി, നാട്ടുമുത്തച്ഛി, അതിനൊരു ഇരട്ടപ്പേരും ഉണ്ട് കേട്ടോ, ചൂട്ടുകട്ടി മുത്തച്ഛിന്ന്. പക്ഷേ എന്തൊരു രഹസ്യങ്ങൾ, നല്ല കാര്യവും ചീത്ത കാര്യവും ഉണ്ടായാൽ പോലും ഈ മുത്തച്ഛിക്ക് ഇത്രയും കിട്ടിയ ആ മുത്തച്ഛിയുടെ അതിലേക്ക് കൊടുത്തച്ചത് യാതൊരു മാധ്യമങ്ങളും വേണ്ട. മുത്തച്ഛി അത് ഒരു കോലയിൽ ഒരു തുണി അങ്ങ് ചുറ്റിയിട്ട് വേഗം കത്തച്ചിരി മണ്ണെണ്ണി ഒഴിക്കും. അത് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ വിളിച്ചിട്ട് പെട്രോളിന് ഒഴിക്കും, ഇച്ചിരി ആളി കത്തിക്കോട്ടെ എന്ന് ഓർത്ത്, പിന്നെ ഇച്ചിരി ഡീസലും കൂടി ഒഴിക്കും, ഇച്ചിരി ആളിക്കോട്ടെ എന്ന് ഓർത്ത്. അത് കഴിഞ്ഞ് തീപ്പെട്ടിക്കൊള്ളി വരച്ച് അങ്ങ് കത്തിക്കും. രാത്രി അറിയണമെങ്കിൽ അതിങ്ങനെ കൊണ്ടുപോകും എല്ലാവരും അറിയിക്കാൻ. ഇത് ഹനുമാൻ ലങ്ക ചുട്ടു വന്നതുപോലെ. അത് കഴിഞ്ഞ് ഇതൊക്കെ അറിയിച്ചു ഇങ്ങനെയുള്ള മുത്തച്ഛി ഈ മുണ്ടലരാമൻ്റെയും മുരുതലരാമൻ്റെയും പെണ്ണുങ്ങൾ പ്രസവിച്ച് അറിഞ്ഞിട്ട് മുത്തച്ഛി ചട്ടിക്കാലം കൊണ്ട് ചട്ടി ഓടി വന്നു വഴി വെച്ചു. ഇങ്ങനെ ചട്ടുകാലല്ലേ മോനെ കുഞ്ഞുത്തമ്മ, നീ അറിഞ്ഞോ മോനെ കാര്യങ്ങൾ? എന്താ മുത്തച്ഛി അറിഞ്ഞത്? മുണ്ടലരാമൻ്റെയും മുരുതലരാമൻ്റെയും പെണ്ണുങ്ങൾ രണ്ടും പ്രസവിച്ചുകൊണ്ട് അവർക്ക് ഓരോ കുട്ടികളുണ്ടായി. തൊമ്മൻ ഞെട്ടിപ്പോയി. എന്താ പറഞ്ഞത്? മുണ്ടലരാമൻ്റെയും മുരുതലരാമൻ്റെയും പെണ്ണുങ്ങൾ പ്രസവിച്ചു എന്നോ, അവർക്ക് കൊച്ചുങ്ങളുണ്ടായിരുന്നോ? അതെങ്ങനെ സംഭവിച്ചു? മുത്തച്ഛിയൊക്കെ ദേഷ്യപ്പെട്ടില്ലേ? നീ അത് എന്നോടാണ് അവിടെ ചോദിക്കണേ. പണിയെടുക്കണം കൂടാ, അവർ പണിയെടുക്കാൻ പഠിച്ചവരാ. ഇതിനെപ്പോലെ അമ്മയുടെ പറയുക അടുപ്പിൻ ചോട്ടി കയറിയിരിക്കുമല്ല, നീ പണിയില്ല എന്ന് പറഞ്ഞത് തൊമ്മൻ ദേഷ്യപ്പെട്ടു.
മുത്തശ്ശി തരം വർത്താനം എന്നോട് പറയരുത് കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പണിതില്ലാന്ന് മുത്തശ്ശിയെ പറയുള്ളൂ. അവർ വാഴ വയ്ക്കണേണ്ടി ഞാൻ വാഴ വെച്ചു, വാഴയ്ക്ക് പണിയണ്ണാണ്ട് ഞാൻ പണിതു. അവർ വാഴക്കൊല വെട്ടി വിറ്റ് കാശ് മേടിക്കാണ്ട് ഞാനും കാശ് മേടിച്ചു. ആ കാശും കൊണ്ട് അവർ പെര പണിയാണ്ട് ഞാനും പെര പണിതു. അവർ പെര പണിത് കഴിഞ്ഞപ്പോൾ അവർ കല്യാണം കഴിച്ചു, ഞാനും കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ട് പിന്നെ എന്നെ അവിടെ സംഭവിച്ചതെന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്ന് തൊമ്മ. അപ്പം മുത്തശ്ശി പറഞ്ഞു, എടാ പൊട്ടൻ ഗുണാപ്പാ, അതാ നീ പറഞ്ഞ, നീ ഒരു കാര്യം ചെയ്യുക, അവരോട് എന്ന് ചോദിക്കുക, ഈ കല്യാണം കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത് നീ അവരോട് എന്ന് ചോദിക്കുക. ഞാൻ ചോദിക്കില്ല, എൻ്റെ അപ്പനും അമ്മേനെ കൊന്നുകളയും, അവരോടൊന്ന് മിണ്ടരുന്ന അപ്പം പറഞ്ഞാണ്, കൂട്ടുകൂടായിരുന്നു പോരുന്ന അപ്പനും അമ്മ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞേടാ, മരപ്പട്ടി തലയാ ഇത്, ഗുരുക്കന്മാരിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും മാത്രം അല്ലാതെ നമുക്ക് അറിവ് കിട്ടണത്, നല്ല നല്ല സുഹൃത്തുക്കളിൽ നിന്ന് നമുക്ക് നല്ല അറിവുകൾ കിട്ടും. അത് നീയായി നിൻ്റെ പാടായി, നിനക്ക് വേണമെങ്കിൽ പോയി ചോദിക്കുക, അവരോട് ചോദിക്കാൻ പറ്റില്ല, നിൻ്റെ അപ്പനോടും അമ്മോടും പോയി ചോദിക്കുക, ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അങ്ങോട്ട് പോയി. പൊന്നു കൂട്ടുകാരെ, എൻ്റെ പൊന്നു സാർമാരെ, ഈ നിമിഷം വരെ എനിക്ക് ഈ കുഞ്ഞുതൊമ്മനിൽ നിന്ന് ഒരു ആദ്യ രാത്രി ഉണ്ടായില്ല, ഒരു വിശേഷം ഉണ്ടായില്ല, ഒരു മധുവിധം ഉണ്ടായില്ല. ഇന്നും ഞാൻ ഒരു നിത്യ കന്യകയായിട്ട് കഴിയുകയാണ്. നന്ദി, നമസ്കാരം. നന്നായിരുന്നു കേട്ടോ, നല്ല രസമുള്ള ഒരു അവതരണം. ഓമന ചേച്ചി എന്നോട് ചോദിക്കുവല്ലേ, സാറ് ദേഷ്യപ്പെടുമോന്ന്? ഞാനോ? ആ, സാറ് ദേഷ്യപ്പെട്ടതുപോലെ ഇരിക്കുന്നു എന്നൊക്കെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്നോട് ചോദിക്കുക. എന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരാൾ ആദ്യമായിട്ട് ഇത് പറയുന്നത്. എനിക്ക് ആരെങ്കിലും ഒന്ന് ദേഷ്യപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ പലയിടത്തും പറഞ്ഞിട്ട് ആൾക്കാർ ഇത് സത്യമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് സത്യം പറയട്ടെ, ഈ പ്രായം വരെ ഞാൻ ഒരാളോടും ദേഷ്യപ്പെട്ടിട്ടില്ല. എന്റെ വീട്ടിൽ വളരെ പരിചയമുള്ളവരുടെ കാര്യം പറയുന്നത് അല്ലാതെ ദേഷ്യപ്പെട്ട് ചീത്ത വിളിക്കുക, തെറി പറയുക, അങ്ങനെയൊന്നും ഞാൻ ഈ പ്രായം വരെ ആരോടും ചെയ്തിട്ടില്ല. മക്കളോടൊക്കെ ഞാൻ പറഞ്ഞില്ല, എന്റെ വീട്ടിലുള്ളവരോട് ഇത് പറയുന്നു എന്നുള്ളതിനപ്പുറം അല്ലാതെ പൊതുസ്ഥലത്തിറങ്ങി ഞാൻ ഇത് കൺട്രോൾ ചെയ്യും. ഞാൻ ഇതുവരെ അങ്ങ് ദേഷ്യപ്പെട്ടിട്ടില്ല. ഇല്ല, അവസ്ഥ വരുന്നില്ല. അവസ്ഥ വരുന്നുണ്ട്, അവസ്ഥ ദേഷ്യപ്പെട്ട് നൂറ്റിക്കണക്കിന് ദേഷ്യപ്പെടാതെ ഡീൽ ചെയ്യുന്നത്. ഈ റെസൊല്യൂഷനിൽ കഴിഞ്ഞ പോലെ ഈ കൊല്ലമൊക്കെ ഞാനത് പരിശീലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദേഷ്യപ്പെടാനോ? അല്ലെങ്കിൽ ഇത് നമുക്ക് തന്നെ ബാധ്യതയായിട്ട് ഭയങ്കര മൈഗ്രെയിൻ തലവേനയൊക്കെ മാറാണ്ട് നിൽക്കുക. ഇതൊക്കെ പറഞ്ഞാൽ അത് തീരുമെങ്കിൽ പറഞ്ഞു തീർക്കാം. പക്ഷെ പിന്നെ ഞാൻ ഓർക്കും ഒരു കാര്യമില്ല, വേണ്ടെന്ന് വയ്ക്കും. അപ്പൊ സാർ പറയൂ, സാർ എന്ത് പറയാൻ പോകുന്നു? പ്രതീക്ഷയോടെ. അതായത് ഓമന ചേച്ചി കലക്കിന്ന് ഞാൻ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു കുഞ്ഞിത്തൊമ്മനെ അങ്ങ് ഇറക്കിയിട്ട് അതിനൊരു 6 അടി പൊക്കവും ഒക്കെ വെച്ചു കൊടുത്തിട്ട് ഇതിനെ വൈക്കോൽ തുറുവിന്റെ മേലിൽ കയറ്റുക, ഉമിക്കരി കുടിപ്പിക്കുക, ഇങ്ങനെയുള്ള പല പരിപാടികളൊക്കെ ചെയ്ത് കുഞ്ഞിത്തൊമ്മന്റെ കഥയും പറഞ്ഞ് നല്ല ഗംഭീരമായിട്ട് പറഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു പറച്ചിലെല്ലാം, വളരെ ജെന്യുവിനായിരുന്നു ആ പറഞ്ഞതെല്ലാം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഓർത്ത മറ്റൊരു കാര്യമുണ്ട്. ഇന്ത്യ ഒട്ടുക്കും എത്രയോ ചാനലുകളുണ്ട്. പല ചാനലുകളിലൊക്കെ ആണുങ്ങളുണ്ട്, പല സ്റ്റാൻഡപ്പ് കോമഡി പരിപാടികൾ അതൊക്കെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ഒരു അവകാശവാദമായിട്ടൊന്നും പറയാൻ എനിക്ക് പറ്റിക്കൊള്ളണം എന്നുള്ളൊരു നിർബന്ധവുമില്ല, എനിക്ക് അറിയുകയുമില്ല. ചിലപ്പോൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സാറ്റലൈറ്റ് ചാനൽ ടെലിവിഷൻ പരിപാടികൾ എടുത്തു നോക്കിയാലും ഓമന ചേച്ചിയുടെ പ്രായത്തിൽ, ഓമന ചേച്ചിയുടെ അവസ്ഥയിൽ ഒരു സ്റ്റാൻഡപ്പ് കോമഡി കോമ്പറ്റീഷനിൽ ഒരു സ്ത്രീ ഇതുപോലെ വന്ന് പെർഫോം ചെയ്യുന്ന മറ്റൊരു പരിപാടി ഇന്ത്യയിൽ ഒരു ടെലിവിഷൻ ചാനലിലും കാണൂലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത്രയും ഗംഭീരമാണ്, സൂപ്പറാണ് കേട്ടോ. സൂപ്പറാണ്, അടിപൊളിയാണ്. വേറൊന്നും പറയാനില്ല, ഓമന ചേച്ചി തകർത്തു ശരിക്കും. ആ വൈക്കോൽ കുരയുടെ പൊക്കത്ത് ആളിരിക്കുന്നതും എല്ലാരും ഇങ്ങനെ മോനെ വാ മോനെ കാപ്പി കുടിക്കാം, ശരിയാണ്. ആ പറഞ്ഞ രീതിയൊക്കെ ആണെങ്കിലും ഒരമ്മയുടെ ഒരു വാത്സല്യത്തിന്റെ മോനെ വാ മോനെ കാപ്പി കുടിക്കണ്ടേ, വിശക്കുന്നില്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചതൊക്കെയുമേ നമുക്ക് ശരിക്കും അതൊക്കെ കാണാൻ പറ്റി. അപ്പൊ അതേപോലെ കുഞ്ഞിത്തൊമ്മൻ ഇപ്പൊ നമ്മളുടെ ഉള്ളില് കേറി, ഓമന ചേച്ചിയും കുഞ്ഞിത്തൊമ്മനും നമ്മുടെ ചങ്കില് കേറി, അതുപോലെ നല്ല ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തു. മറുതല രാമനും മുരുകനും രണ്ട് പേരുകൾ എങ്ങനെയായിരുന്നു? രണ്ടുപേരുടെ കാര്യം, 2 അയൽക്കാരി പയ്യന്മാരുടെ പേര് മുണ്ടല രാമൻ, മുരുതല രാമൻ. രണ്ടുപേരുടെ പേര് രാമനാണേ, രണ്ടുപേരുടെയും പേര് രാമൻ എന്നാണ്. അത് കാരണം വീട്ടുപേര് ചേർത്താണ് മുണ്ടല രാമൻ, മുരുതല രാമൻ. അത് ആദ്യം പറയേണ്ടതായിരുന്നു, അത് ഞാൻ അങ്ങോട്ട്. അത് കുഴപ്പമില്ല, മുണ്ടല രാമനും മുരുതല രാമനും അത് രണ്ടുപേരും കൊള്ളാം. ചേച്ചി പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ലാസ്റ്റ് ക്ലൈമാക്സ് പറഞ്ഞില്ലേ, ഞാനിങ്ങനെ നിത്യകന്യകയായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാൻ മിയയുടെ മുഖത്തേക്ക് നോക്കിയേ, മിയയുടെ കണ്ണീന്ന് കണ്ണീര് വന്നു. സത്യമായിട്ടല്ലേ, കരഞ്ഞു പോയില്ലേ? ഒരു ചെറിയ കണ്ണീരിൻ്റെ തുള്ളി
ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തട്ടിങ്ങനെ എനിക്ക് കളഞ്ഞു. അതല്ല സങ്കടം. ഒരാൾ അവിടെ നിന്ന് ഇതൊക്കെ പറയുമ്പോഴും മിയയുടെ മുഖത്തോട്ട് നോക്കിയിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നുള്ളതാണ്. Why നിങ്ങളൊരു താത്ത? താത്തയല്ലേ താത്ത? എല്ലാം നല്ല ഗ്രാമീണത്വം ഉണ്ടായിരുന്നു പറഞ്ഞതൊക്കെ മൊത്തം. നല്ല നാട്ടിൻപുറത്ത് നടന്ന ഒരു കഥ മാതിരി ഫീൽ ചെയ്തു. കഥയല്ലേ ശരിക്കും? ഇത് ഉണ്ടാക്കിയ കഥയല്ലേ? അത് ഒരു തൊമ്മന്റെ ഒരു കുറച്ച് സ്വഭാവമുള്ള ഒരാള്. പിന്നെ ബാക്കിയൊക്കെ ഞാൻ എന്റെ സാങ്കല്പികമായിട്ട് ഉണ്ടാക്കിയെടുത്ത